वरदायिनी स्वर्गनन्दिनी स्वप्नविकारिणी इष्टदेवते सरस्वती इष्टदेवते सरस्वती. Judges, please note the last code number 103. 103. നിന്നുടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാരാ എള്ളെണ്ണ മണം വീശും നിന്നുടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാരാ ചിരിക്കും മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ മഞ്ഞണി പൂനിലാവ് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി ഇന്നെന്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വാ
തൂകി നിന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി. കുന്തിമണി ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു. ഞാൻ തൊട്ടെടുത്തു. കുന്തിമണി ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു. ഞാൻ തൊട്ടെടുത്തു. എന്തിനൽ തുമ്പിൽ നിന്നോ വർണ്ണരേണുക്കൾ നെഞ്ചിലാകെ പടർന്നു. ഒരു പൂമ്പുലർവേള വിടർന്നു. ഓ പൂമ്പുലർവേള വിടർന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി. കളി രണ്ട് റൗണ്ടുകളായ മത്സരം. രണ്ടാമത്തെ റൗണ്ടിൽ ഓരോ കുട്ടികളും ജഡ്ജസ് പാടുന്ന പാട്ടിന്റെ രാഗം ഐഡന്റിഫൈ ചെയ്യണം. പാതിരാപ്പുള്ളുണർന്നു പരൽമുല്ല കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു താമരപ്പൂങ്കുടി തങ്കച്ചിലമ്പൊലി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ മൗനം റൊമാൻസ് ആണ്.
നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ്യ ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. നീ എന്നെ ഗായകനാക്കി ഗുരുവായൂരപ്പ കണ്ണാമഴമുകിലൊളി വന്ന നീ എന്നെ ഗായകനാക്കി ഗുരുവായൂരപ്പ കണ്ണാമഴമുകിലൊളി വന്ന ഉറങ്ങിയുണരും ഗോപതപസ്വിനി യദുകുലമാക്കി നീ യമുനയിലൊഴുകും എൻ്റെ മനസ്സിന് സരിഗമയാക്കി നീ. മഞ്ഞപ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിമുണ്ടും ചുറ്റി ഇന്നെൻ്റെ മുറ്റത്തെ പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നോ വന്നു ചിരി തൂകി നിന്നു. ഓ സോറി ആടിയില്ലേ. സ്വാമി സംഗീതമാലപിക്കും താപസഗായകനല്ലോ ഞാൻ. ജപമാലയല്ലെൻ്റെ കൈകളിൽ മന്ത്ര ശ്രുതി വീണ്ടും തമ്പുരുവല്ലോ. സ്വാമി അയ്യപ്പ സ്വാമി ശബരിമല സ്വാമി. മോഹനം കറക്റ്റല്ല.
We are at the end of this event. Now I request the judges to give their comments based on the performance of the participants. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഞാൻ പഠിച്ച സ്കൂളിൽ ഇങ്ങനൊരു സ്ഥാനത്ത് വന്നിരിക്കാൻ പറ്റിയത്. അതും എന്നെ പഠിപ്പിച്ച 2-3 ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. എന്ത് ധൈര്യത്തിലാണ് ഇവൻ ഇവിടെ കയറിയിരിക്കുന്നത് എന്നൊരു തോന്നൽ ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കാം. ക്ഷമിക്കണം, അറിയാണ്ട് വന്നു പോയതാണ്. എന്തായാലും ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. കാരണം ഞാൻ കുറേ സ്കൂളിൽ ജഡ്ജ്മെൻറ്റിലൊക്കെ പോയിട്ടുണ്ട്. ഞാൻ മാനസികമായി പല പ്രാവശ്യം ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ് ഇന്ന് ചിന്മയ സ്കൂളിൽ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം പല കോമ്പറ്റീഷനിൽ പോകുമ്പോഴും പിള്ളേർ നന്നായിട്ട് പാടുന്നുണ്ട്. പക്ഷേ പലപ്പോഴും മനസ്സിലാവും, കാരണം പിള്ളേർ ഇത് മനസ്സിലാക്കി തന്നെയാണോ പാടുന്നത്, അങ്ങനത്തെ ഒരു പല ചിന്തകളും വരും. പക്ഷെ ഇന്ന് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഈ 4 കുട്ടികൾ നന്നായിട്ട് പാടി. അവർ നന്നായിട്ട് വർക്ക് ചെയ്തു. അത് അറിയാൻ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തി. അത് ഇനിയും വീണ്ടും ഫ്യൂച്ചറിൽ അങ്ങനെ തന്നെ ചെയ്യാം. കാരണം നിങ്ങളിപ്പോൾ ഇന്ന് പാടിയ ഏത്
പാട്ടാണെങ്കിലും നിങ്ങൾ ക്ലാസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകളാണ് പാടിയത്. അപ്പോൾ നിങ്ങൾ ഒബ്വിയസ്ലി ഒരു രാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് ഇന്ന രാഗത്തിൽ ഏതൊക്കെ സോങ്സ് ഉണ്ട് എന്ന് നിങ്ങൾ ഒന്ന് റിസർച്ച് ചെയ്ത് കാണും. ഇത് തന്നെ ആയിരിക്കണം ഇനി മുന്നോട്ടുള്ള ഏത് പാട്ട്. അപ്പം അതിന് ആധാരമായി നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസിക്കൽ പഠിക്കുക തന്നെ വേണം. ഇതിപ്പോൾ നിങ്ങൾ ഇന്നത്തേക്ക് ഒരു 3 രാഗം മാത്രമേ നിങ്ങൾ എടുത്തുള്ളൂ. ഇനി അതേപോലെ ഇഷ്ടംപോലെ രാഗങ്ങളുണ്ട്. എല്ലാ രാഗത്തിലും പല പല പ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞന്മാര്, അതേപോലെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇഷ്ടംപോലെ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്, കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളത് ഇനി തിരിച്ചറിയാനുള്ള ഒരു ശ്രമം നടത്തണം. ഇപ്പം നിങ്ങൾ ഇന്ന് ആബേരി എടുത്തു, അതേപോലെ കല്യാണി എടുത്തു. അപ്പം നിങ്ങൾ ഇതിനു വേണ്ടി ഇപ്പം ഈ ഇന്നൊരു കോമ്പറ്റീഷൻ നടക്കുന്നതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്തു. അപ്പം ഇനി എവിടെയെങ്കിലും പ്രോഗ്രാമോ പുറത്തുള്ള സ്റ്റേജ് ഷോ, ഗാനമേള അല്ലെങ്കിൽ കച്ചേരി ഇവിടെ പോകുമ്പോൾ നമ്മൾ ആസ്വദിക്കുക, കേൾക്കണം, ഇരുന്ന് കേൾക്കണം. ഇപ്പൊ കച്ചേരിക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സംഗീതത്തിന് ഏതെങ്കിലും രാഗം പാടുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് നമ്മൾ അത് ട്രേസ് ഔട്ട് ചെയ്യാനാണ്. ഇതെവിടെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, ഇതിൽ ഏതൊരു സിനിമാ പാട്ടുണ്ടല്ലോ, ഇതിങ്ങനെ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്ത് നമ്മൾ പഠിക്കണം. അതേപോലെ തിരിച്ച് ഗാനമേള ആണെങ്കിലും ഇപ്പൊ ഏതെങ്കിലും നല്ലൊരു പാട്ട് കേൾക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഇത് ഏതൊരു രാഗം, ഇത് എങ്ങനെയാ വരുന്നത്, അതിന്റെ സഞ്ചാരം, ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ഇനിയുള്ള ഫ്യൂച്ചറിൽ അങ്ങനെ ഒബ്സർവ് ചെയ്ത് പഠിക്കുക. അതിന് മെയിനായിട്ട് ക്ലാസിക്കൽ നന്നായിട്ട് പഠിക്കുക, എല്ലാ രാഗത്തെ പറ്റി നല്ല രീതിയിൽ പഠിക്കുക. ഇപ്പോൾ 2 പേരിന്ന് സാറ് പാടിയ രാഗം ഏതാണെന്ന് മനസ്സിലായില്ല. കാരണം തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഫോൾട്ടായിട്ട് ഞാൻ പറയത്തില്ല. കാരണം നിങ്ങളത് ട്രൈ ചെയ്തെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അത് നിങ്ങൾ കൂടുതൽ ഒബ്സർവ് ചെയ്യാത്തത് കൊണ്ടാവാം, ആ രാഗത്തിനെ അനലൈസ് ചെയ്യാത്തത് കൊണ്ടാവാം. പക്ഷെ ബാക്കി 2 പേര് അത് കറക്റ്റ് പറഞ്ഞു പറഞ്ഞാൽ അവര് അടിപൊളി പ്രഗത്ഭരാണ് എന്ന് ഞാൻ ഇതിൽ വരുന്നതല്ല. പക്ഷെ അവര് അത് കുറച്ചും കൂടെ നിങ്ങളെക്കാളും കുറച്ചും കൂടെ അത് വർക്കൗട്ട് ചെയ്തു. അത് അവർക്ക് മനസ്സിലായി, എന്തോ ഇന്ന രാഗത്തിന്റെ ഒരു ഷെയ്ഡ് ഉണ്ട്, അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഒരു ആൻസർ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇനി അതേപോലെ ക്ലാസിക്കൽ നന്നായിട്ട് പഠിക്കുക, പഠിക്കുന്ന രാഗത്തിനെ പറ്റി കുറച്ചും കൂടെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എന്നാലേ ഇതേപോലെ ഇനിയുള്ള മത്സരത്തിൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇത്രയും പറയാനുള്ളൂ. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you, sir, for your valuable suggestions. Shivi, sir. എല്ലാവർക്കും നമസ്കാരം. ശ്രീനാഥ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. എനിക്ക് നിങ്ങൾ പാടിയതിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. താളം ശ്രദ്ധിക്കുക. താളത്തിൻ്റെ വേരിയേഷൻ വന്നു കഴിയുമ്പോൾ പാട്ടിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടും. നമ്മൾ പാടിയതിൽ കുറച്ച് താളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ സംഗതികൾ, പാട്ടിൻ്റെ സംഗതി അത് താളത്തിൽ തന്നെ വന്നു കഴിഞ്ഞാൽ പാട്ട് ഭംഗിയാവുള്ളൂ. അതും ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ ശ്രീ എന്നുള്ള പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ചെയ്യുക. മുന്നേ പാട്ടിൽ പാടില്ല. ഏതൊരു പാട്ടിൽ ശ്രീ വന്നല്ലോ, മറന്നുപോയത്. ഏതൊരു പാട്ടിൽ ശ്രീ വന്നിട്ടുണ്ട്. അപ്പം ശ്രീ എന്ന് പറയുന്നത് ശ്രായാണ്. ശ്രീ സ്രാവ് സ്രാ ശ്രീ ശ്രായാണ് നമ്മൾ ശ്രീ ആയിട്ട് പറയുന്നത്. ശ്രാ. ഓക്കെ. അതേപോലെ ദേവാങ്കണങ്ങൾ പല്ലവി, അനുപല്ലവി, കല്യാണിയാണ്. പക്ഷെ ചരണം വന്നിട്ട് നല്ല മാറ്റമാണ് കാരണം. ഇപ്പോൾ ഒരിക്കലും അത് പ്യുവർ കല്യാണിയല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് അത് തിരുത്താറുണ്ട്. അപ്പം നിങ്ങൾ ആ തിരുത്തുക കേട്ടോ. കല്യാണി അല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം. ദേവാങ്കണം. ഓക്കെ. എൻ്റെ ആലാപമായി നല്ല ചരണം, ആലാപമായി അവിടെ എല്ലാം കല്യാണി മാറിപ്പോയി. കല്യാണിയല്ല. പിന്നെയുള്ളത് ഭാവം ശ്രദ്ധിക്കുക. സ്പീഡ് കൺട്രോൾ, കുറച്ച് സ്പീഡ് കൺട്രോൾ ചെയ്യണം. പാടുക കേട്ടോ. താളത്തിൽ നല്ല സ്പീഡ് കൺട്രോൾ ചെയ്ത് പാടുക. ഓക്കെ. ഒരാളോട് മാത്രമല്ല പറയാം, എല്ലാവരോടും ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you, sir. Now we will go on to the participants.
participants one by one. You have to just share your preparations. What all you did, what all homework you did, how did you prepare, who all helped you, everything you can share in your own. എനിക്ക് ഈ രാഗങ്ങളായിട്ട് വലിയ അറിവില്ലായിരുന്നു. കാരണം കർണാടക ക്ലാസിക്കൽ മ്യൂസിക് ഞാൻ അധികം പഠിച്ചിട്ടില്ല. LKG UKG പിന്നെ ഇടയ്ക്ക് ഒരുപാട് ബ്രേക്കൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇത് ആദ്യ ടീച്ചർ എന്നോട് ഈ കോമ്പറ്റീഷനെ പറ്റി പറയുമ്പോൾ എനിക്ക് നല്ല പേടിയാണ്. കാരണം എങ്ങനെ ഈ രാഗം പറയുമ്പോൾ എങ്ങനെ പറയാൻ പറ്റും. അപ്പം ടീച്ചർ തന്നെ ഒരുപാട് പാട്ടുകൾ പറഞ്ഞു തന്നു. ഈ രാഗത്തിൽ മോഹനം, കല്യാണി, ആഭേരികളുടെ ഒരുപാട് പാട്ടുകൾ ടീച്ചർ എന്നോട് പറഞ്ഞു. അതെപ്പോഴും കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എപ്പോഴും അത് പാട്ട് പാടുന്നതിന് പകരം എപ്പോഴും അത് കേൾക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ ആരോഹണം അവരോഹണം എപ്പോഴും പാടുമായിരുന്നു. ഇതാണ് എപ്പോഴും കേൾക്കുമായിരുന്നു പാട്ട്. കിടക്കാൻ നേരത്തും എപ്പോഴും കേട്ട് ആ രാഗം മനസ്സിൽ വരുന്നത് വരെ കേൾക്കുമായിരുന്നു. രണ്ട് ജഡ്ജസും പറഞ്ഞ തെറ്റുകൾ ഞാൻ ഇനി ശരിയാക്കാം. എൻ്റെ പേര് നിമിഷ്. ഞാൻ സംഗീതത്തിൽ ഞാൻ ആദ്യം പഠിച്ചു വരുന്ന സമയത്ത് ഞാൻ അധികം ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. കാരണം എനിക്കത് പോയി പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം എനിക്ക് മടിയായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ വെസ്റ്റേൺ ടൈപ്പ് മ്യൂസിക്കിൽ ഞാൻ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ ക്ലാസിക്കലും വെസ്റ്റേണും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതുപോലെ സിമ്പിൾ രാഗങ്ങളാണ് മോഹനം ഇപ്പോഴുള്ള രാഗങ്ങൾ. അത് വെസ്റ്റേൺ സ്റ്റൈലിലെ പെന്ററ്റോണിക് സ്കെയിൽ എന്ന് പറയും. അപ്പം അതുപോലുള്ള കാര്യങ്ങളിൽ ഞാൻ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയി. ഞാൻ നോട്ട്സ് വെച്ച് ഓരോ പാട്ട് ഏതൊക്കെയാണെന്ന് അനലൈസ് ചെയ്യാൻ തുടങ്ങി. എനിക്കത് നല്ല ഇൻട്രസ്റ്റ് തോന്നിയിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് രാഗം ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്കത് കണ്ടുപിടിക്കാൻ അത്ര പാടൊന്നും തോന്നിയില്ല. ഞാൻ ടീച്ചർ സഹകരിച്ച് കുറച്ച് പാട്ടുകളുടെ ലിസ്റ്റ്, പിന്നെ ഞാൻ പഴയ പാട്ടുകളാണ് കൂടുതലും നോക്കുന്നത്. കാരണം ഇപ്പോൾ പുതിയ പാട്ടൊക്കെ ഹാർമോണിക് കണ്ടന്റിന് വേണ്ടിയിട്ട് ഇന്ന രാഗമാണെന്ന് പറയുമെങ്കിൽ അതിൽ മാറ്റങ്ങൾ കാണും, സ്വര ഭേദങ്ങൾ കാണും. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് ഒരു കുറെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നല്ല പാട്ടുകൾ നോക്കി, പഴയ പാട്ടുകൾ നോക്കി തിരഞ്ഞെടുത്തു. എന്നിട്ട് മിക്ക പാട്ടും എനിക്ക് നല്ല വൃത്തി അറിയാവുന്ന പാട്ടുകൾ തന്നെയാണ്. അതുകൊണ്ട് വലിയ പാട് തോന്നിയില്ല. അങ്ങനെയായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻസ്. ഹരിയോ, എൻ്റെ പേര് ഹരി. ഈ കോമ്പറ്റീഷൻ്റെ എന്നാണ് കോമ്പറ്റീഷൻ്റെ ഡീറ്റെയിൽസ് വന്ന അന്ന് തന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പാട്ട് അപ്പത്തൊപ്പം പാടാൻ തുടങ്ങി. അപ്പോൾ മെയിൻലി രാഗം ആ ഒരു സ്റ്റേജിൽ ഇരുന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ആ ഒരു ടെൻഷൻ സമയത്ത് ചിലപ്പോൾ കിട്ടില്ല, ചിലപ്പോൾ കിട്ടും. ബട്ട് അത് കുറച്ചും കൂടെ നമുക്ക് ഒരു ഫെമിലിയറൈസ് ആവാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം പാട്ടായിരുന്നു. പിന്നെ അത് രാഗം കണ്ടുപിടിക്കാൻ ഫസ്റ്റൊക്കെ കുറച്ച് ടഫായിരുന്നു. ബട്ട് സ്ലോലി ഇന്നലെ മെനിഞ്ഞാലൊക്കെ കുറച്ച് ഈസി ആയി. രാഗം പെട്ടെന്ന് കുറച്ച് കണ്ടുപിടിക്കാൻ പറ്റി. ബട്ട് പാട്ട് കേൾക്കുക, പാട്ട് പാടുക എന്നുള്ളത് ഡെയിലി ഒരു റുട്ടീനുള്ള ഒരു പരിപാടിയായിരുന്നു. സോ ഐ ഡിഡ്ന്റ് ഫീൽ മച്ച് ഡിഫിക്കൽട്ട്. Thank you, participants, for sharing your experiences. You can come now. We'll go for the prize distribution ceremony. The judges will join Sheila teacher, who will give away the prizes.
Hari Om. Now we are moving on to the prize distribution ceremony. All our prize committee is ready with their prizes, certificates, everything is happening within seconds. After the event is over, immediately everything is ready. We have to appreciate them for that first. Thank you for the prize. Now I request Chili teacher, PIO, to distribute the prizes. The first place goes to chess number 102, Nimish Rajput. The second place goes to chess number 104, S. Harihara Subramaniam of CV Kunundur. The third place goes to chess number 101, Devika Krishnan P of CV Hattugal. Srinath sir, can you tell us? Certificate of participation. I request Aparna SA of CV Nagramod to receive the certificate of participation. Sheila teacher. Thank you judges, thank you participants, thank you audience, thank you other teachers from other schools and all my colleagues.